Let's start our class by saying that all are safe at home. In our last class, we discussed about our chapter Chemical Happiness and Meaning of Life by Harari. In our last class, we discussed about what is chemical happiness. Most biologists maintain that happiness is mainly determined by chemical happiness, but they agree that psychological and sociological factors have their own place. Actually, Harari thinks that happiness is the result of chemical process taking place in the human brain. So, happiness is a state of mind. Some people born with a higher level of happy and other people born with a very low level of happiness. So, it differs from person to person. Here we put a slogan, happiness begins within. Happiness is not for externally but for internally. If we have a beautiful house, flat, car, something else that, but it does not become a man happy. The internal factors like serotonin, dopamine and oxytocin determine a person happy. It is the situation makes a person happy. So, in short, happiness is not for external but for internally. Only the situation or circumstances needed to stimulate the oxytocin, serotonin, dopamine in our bodies. So, by taking our textbook, page number 89, we can see the paragraph. How can be this squared with the above mentioned psychological and sociological findings that, for example, married people are happier on average than singles? So let's start our remaining portions. Here, biology says that, or psychological and sociological findings that married people are happier on average. Is it real? Is it true? My dear friends, ഒരു കല്യാണം കഴിച്ച ആളെന്ന് പറയുന്നത് അയാൾ ഒരു ആവറേജ് പേഴ്സൺ അല്ലെങ്കിൽ ഒരു സിംഗിൾ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിയേക്കാൾ വളരെ സന്തുഷ്ടനാണെന്ന് പഠനം പറയുന്നുണ്ട്. Is it true? We can look it. First, these things are correlation. Here, Harari says that these two things are correlated. How the direction of causation may be the opposite of what some researchers have assumed. It is true that married people are happier than singles and divorcees. But that does not necessarily mean that marriage produces happiness. ഒരു കല്യാണം കഴിച്ച ആൾ ഒരു കല്യാണം കഴിക്കാത്തൊരു വ്യക്തി അയാൾ രണ്ടാളും തമ്മിൽ ഡിഫറെൻ്റാണ്. ഒരാൾ വളരെ ഹാപ്പിയാണ്, കല്യാണം കഴിച്ച ആൾ വളരെ ഹാപ്പിയാണെന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദ ട്രൂ ഫോർ ദാറ്റ്? എന്താ അതിലൊരു സത്യമുള്ളത്? ഇറ്റ് മീൻസ് ദാറ്റ് മാരേജ് പ്രൊഡ്യൂസസ് ഹാപ്പിനെസ്. നമുക്കറിയാം മാരേജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു കലാശയിൽ ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ളത്. പക്ഷേ മാരേജ് കഴിഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ മാരേജ് ഒരുപാട് ഡൈവേഴ്സീസ് നമ്മളിന്ന് കാണുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡൈവേഴ്സ് ആവുന്നത് എന്ന് പറയുന്നത്. ആഫ്റ്റർ എ ലോങ് ടൈം അല്ലെങ്കിൽ ആഫ്റ്റർ എ മന്ത് അല്ലെങ്കിൽ ആഫ്റ്റർ 5 years ഇവരിങ്ങനെ ഡൈവേഴ്സായി പോകുന്ന പല ഇഷ്യൂസ് കാരണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ടും അവിടെ സന്തോഷമില്ലേ? സന്തോഷം ഉണ്ടായിട്ടില്ല നെസസറി മീൻ ദാറ്റ് മാരേജ് പ്രൊഡ്യൂസസ് ഹാപ്പിനെസ് എന്നുള്ളതാണ്. കല്യാണം എന്ന് പറയുന്നത് എപ്പോഴും ഹാപ്പി ആയിട്ടൊരു സിറ്റുവേഷൻ തന്നെയാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ദാറ്റ് ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് കുഡ് ബി ദാറ്റ് ഹാപ്പിനെസ് കോസസ് മാരേജ് ഓർ മോർ കറക്റ്റ്ലി ദ സെറട്ടോണിൻ, ഡൊപാമൈൻ ആൻഡ് ഓക്സിറ്റോക്സിൻ ബ്രിങ് അബൌട്ട് ആൻഡ് മെയിൻറ്റെയിൻ എ മാരേജ് എന്നുള്ളതാണ്. പീപ്പിൾ ഹു ആർ ബോൺ വിത്ത് എ ചിയർഫുൾ ബയോകെമിസ്ട്രി ആർ ജനറലി ഹാപ്പി ആൻഡ് കണ്ടൻറ്റ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ചില ആളുകളിൽ വളരെ ഹൈ ആയിട്ട് ഈ 3 ഘടകങ്ങൾ പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. അത് അവരുടെ ബ്രെയിനിൽ നമുക്ക് കാണാൻ പറ്റും. ചില ആളുകൾ വളരെ ലോ ലെവലായിരിക്കും. അവരിനി അവരുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ദേ ആർ നോട്ട് അറ്റ് ഓൾ ഹാപ്പി. ബട്ട് ഇൻ ദി കേസ് ഓഫ് സം പീപ്പിൾ ചെറിയ സംഭവം മതി അവരുടെ ജീവിതത്തിൽ വളരെയധികം ഈ ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ബ്രെയിനിൽ വളരെയധികം ഈ ഒരു ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. ദാറ്റ് ഈസ് വൈ ദേ ആർ വെരി ഹാപ്പി. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ് ഇയാളെന്ന് കരുതുക. അതായത് നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഹയർ ലെവലിലാണ് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത്. ഓക്സിറ്റോക്സിനും അതുപോലെ തന്നെ സെറട്ടോണിനും ഡൊപ്പാമൈനൊക്കെ നല്ല രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ പ്രവർത്തിക്കുന്നതെന്നുണ്ടെങ്കിൽ വൈ വി സേ ദാറ്റ് ഹി വാസ് വെരി ഹാപ്പി ആൻഡ് കണ്ടൻറ്റ്, ഹി വാസ് വെരി സാറ്റിസ്ഫൈഡ് അറ്റ് ഓൾ. അയാൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം വളരെ കണ്ടൻറ്റഡ് ആണ്. ബിക്കോസ് ഓഫ് ഹീസ് വെരി ഹാപ്പി. ഇത് ഫങ്ഷൻഡ്, അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ ഇത് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാരേജ് പീപ്പിൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അയാളെ കല്യാണം കഴിഞ്ഞു, അയാൾ വളരെ സന്തുഷ്ടമായിട്ടൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നുണ്ട്, അയാൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. ദെൻ അപ്പോൾ ഒരു ഡൈവേഴ്സിയായ മനുഷ്യൻ്റെ കാര്യം നോക്കുക, അവർ ഡൈവേഴ്സ് ആവുന്നതിന് അതിൻ്റേതായ ഇഷ്യൂസ് ഉണ്ടാവും, അതിൻ്റെ ബാക്കിൽ ഒരുപാട് കാരണങ്ങളുണ്ടാവും. അതൊക്കെ അവരുടെ ജീവിതത്തിൽ നിന്ന് വളരെ പ്രയാസങ്ങൾ, ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ 3 ഘടകങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. ദറ്റ് ഈസ് വൈ ഹി വാസ് വെരി സാഡ് അറ്റ് ഓൾ. Then എന്താ പറയുന്നത്, for morality, people who are born with a cheerful biochemistry are generally happy and content. He was very satisfied at all because it functions a lot at all. Then such people are more attractive spouses. അങ്ങനെയുള്ള വ്യക്തി വെരി ഹൈ ലെവലിലായിട്ട് നല്ല ഈ ഒരു ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന ആളെന്ന് പറയുന്നത് വളരെ ചിയർഫുൾ ആയിട്ടുള്ള പേഴ്സണാണ്. ആൻഡ് ഓൾസോ ഹി ഗോട്ട് എ അട്രാക്റ്റീവ് സ്പൗസസ്. അദ്ദേഹത്തിന് നല്ലൊരു ഭാര്യയെ കിട്ടി, നല്ല കല്യാണം, നല്ല അദ്ദേഹം വിധിച്ച പോലെയുള്ള നല്ലൊരു ഭാര്യ അദ്ദേഹത്തിന് സ്പൗസിനെ കിട്ടി. ആൻഡ് കോൺസിക്വൻ്റ്ലി ദേ ഹാവ് എ ഗ്രേറ്റർ ചാൻസ് ഓഫ് ഗെറ്റിംഗ് മാരീഡ്. അപ്പോൾ അവർ കല്യാണം കഴിച്ചു, അവർക്ക് പറ്റിയൊരു ഇണയെ കിട്ടി, അവർ മാരീഡായി കഴിഞ്ഞു. ബിക്കോസ് ഹി വാസ് വെരി ഹാപ്പി അറ്റ് ഓൾ. അയാൾ ഹാപ്പിയാണ്, അയാളുടെ ജീവിതത്തിൽ എന്ത് തന്നെ സംഭവിച്ചാലും ഹി വാസ് വെരി ഹാപ്പി അറ്റ് ഓൾ. They are also less likely to divorce because it is far easier to live with a happy and content spouse than with a depressed and dissatisfied one എന്നുള്ളതാണ്. കാരണം എന്താണ്, അദ്ദേഹത്തിന് അവിടെ ഡൈവേഴ്സിക്ക് സാധ്യതയില്ല. കാരണം അദ്ദേഹം ഹാപ്പിയാണ്, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അദ്ദേഹം വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നൊരവസ്ഥയിലാണുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് സാധ്യതയില്ല. കാരണം അദ്ദേഹം ചെറിയ കാരണങ്ങൾക്ക് പോലൊന്നും ടെൻഷൻ അടിക്കുന്നില്ല, വെറുതെ ഭാര്യയെ സംശയിക്കുന്നില്ല, അതിൻ്റെ പേരിൽ ഭാര്യയെ കുറ്റപ്പെടുത്തുന്നില്ല, വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലെവൽ അങ്ങനെയാണ് നിലനിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ലെവലിൽ മാനസിക പ്രയാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹി വാസ് വെരി ഹാപ്പി ആൻഡ് ഹി ലെഡ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വെരി ഗുഡ് ലൈഫ് ഇൻ ഹിസ് ലൈഫ്. Consequently, it is true that married people are happier on average than singles. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം. മാരേജ് പീപ്പിൾ എന്ന് പറയുന്നത് ഹി വാസ് വെരി ഹാപ്പിയർ ആൻഡ് ആവറേജ് ഓർ സിംഗിൾസ് എന്ന് പറയുന്നത് ഒരു ബാച്ചിലറിനെ പോലെ അല്ലെങ്കിൽ ഒരു ഡൈവേഴ്സിയെ പോലെയല്ല. ഹി വാസ് വെരി ഹാപ്പി എന്ന് പറയാനുള്ള റീസൺ ഇതാണ്. അയാളുടെ ലെവൽ എല്ലാ മനുഷ്യനും അതുപോലെയല്ല, എല്ലാ മാരേജ് ചെയ്ത പീപ്പിൾസും അങ്ങനെയല്ല. പക്ഷേ അയാളെന്ന് പറയുന്നത് എന്താണ്, അദ്ദേഹത്തിൻ്റെ ലെവൽ വളരെ ഹൈ ലെവലിൽ ഇരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റുകൾ കടന്നു വരുമെന്നുള്ളതാണ്. ഇനി നോക്കാം, അതുപോലെ തന്നെ ഒരു ഗ്ലൂമി ആയിട്ടുള്ള ലെവലുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. ഒട്ടും ഈ സന്തോഷത്തിൻ്റെ ഒട്ടും ഘടകങ്ങൾ അദ്ദേഹത്തിൻ്റെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നില്ല. അയാൾക്കിനി എത്ര നല്ലൊരു ഭാര്യയെ കിട്ടിയാലും, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഭാര്യയെ കിട്ടിയാലും, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഭാര്യയെ കിട്ടിയാലും ഹി നെവർ ഹാപ്പി അറ്റ് ഓൾ ബിക്കോസ് he does not function in his brain. That is the difference between average person and also a marriage person. Most biologists maintain that happiness is determined mainly by biochemistry, but they agree that in our life sociological and psychological factors also have their own place. So here we are to explain a story by comparing a medieval French peasant and modern Parisian banker. These are the two personalities. One is medieval French peasant and other is modern Parisian banker. രണ്ടു പേരും വ്യത്യസ്ത പേഴ്സണാലിറ്റീസ് ആണ്. ഒരാളെന്ന് പറയുന്നത് ഒരു പാവപ്പെട്ട പൂർ ആയിട്ടുള്ളൊരു പെസൻ്റാണ്, ഒരു ഫാർമറാണ്, ഫ്രഞ്ച് ഫാർമറാണ്. രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് എന്താണ്, ഒരു മോഡേൺ, ഒരു നല്ല റിച്ച് ആയിട്ടുള്ള ഒരു പാരീസിലെ ഒരു ബാങ്കറും കൂടെയാണ്. ആ ഒരു പ്രത്യേകത എന്താണ്, ദ പെസന്റ് ലിവ്ഡ് ഇൻ എ അൺഹീറ്റഡ് മഡ് ഹട്ട് ഓവർലുക്കിംഗ് ദ ലോക്കൽ പിഗ് സ്ട്രീ. ഒരു പിക്സ്റ്റിൻ്റെ അടുത്ത്, ഒരു പന്നിൻ്റെ കൂടിൻ്റെ ഒക്കെ അടുത്ത്, ഒരു ചെറിയൊരു ഒരു പന്നിൻ കൂടിൻ്റെ അടുത്ത് ഒരു ചെറിയ ഹട്ടിലാണ്, ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു ഹട്ടിലാണ് അദ്ദേഹം താമസിക്കുന്നത്. വൈൽ ദ ബാങ്കർ ഗോസ് ഹോം ടു എ സ്പ്ലെൻഡഡ് എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടുള്ള പെൻറ്റ് ഹൗസ്, ദ ലേറ്റസ്റ്റ് ടെക്നോളജീസ് എല്ലാമുള്ള ഒരു നല്ല എക്സ്ട്രാ വാഗൻ്റ് ആയിട്ടുള്ള ലൈഫ് നയിക്കുന്ന വ്യക്തിയാണ് ആ പാരീസിയൻ ബാങ്കർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ടു പേഴ്സണാലിറ്റി ഈസ് ദാറ്റ് the two persons are happy. They are very happy at all. Why? Mud huts. ആ പാവപ്പെട്ട ധനികൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ പാവപ്പെട്ട പെസൻറ്റ് താമസിക്കുന്ന എവിടെയാണ്, മഡ് ഹട്ടിലാണ്. അയാളൊരു ചെറിയൊരു പന്നിൻ്റെ കൂടിൻ്റെ അടുത്തൊക്കെ ആയിട്ടുള്ളൊരു താമസത്തിലാണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ
അതുപോലെ തന്നെ മറ്റാൾ ജീവിക്കുന്നത് നല്ല കൺസ്ട്രക്ഷൻ, നല്ലൊരു ബിൽഡിംഗ് ഒക്കെ എടുത്ത് നല്ലൊരു നല്ലൊരു ടൗണിലൊക്കെ ആയിട്ടുള്ള നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണെന്നുള്ളതാണ്. സോ രണ്ട് പേരെ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിൽ അവരുടെ ഘടകങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ബയോ കെമിസ്ട്രിയിൽ പറഞ്ഞിരിക്കുന്ന ഹാപ്പിനെസ് ലെവൽ രണ്ട് പേരിലും പ്രവർത്തിക്കുന്നുണ്ട്. രണ്ടാളും വീട് പണിതുകൊണ്ടെടുക്കുകയാണ്. അയാൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് അദ്ദേഹം ഒരു ചെറിയൊരു വീടുണ്ടാക്കുന്നു. മറ്റേ ആൾ എന്ത് ചെയ്യുന്നു? അയാൾ ചിലപ്പോൾ കുറച്ച് കൺസ്ട്രക്ഷൻ കമ്പനി അല്ലെങ്കിൽ ബാങ്കിൽ നിന്നൊക്കെ ലോൺ എടുത്ത് അയാളും അദ്ദേഹത്തിൻ്റെ ആ ഒരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. രണ്ട് പേരും ദേ ആർ വെരി ഹാപ്പി അറ്റ് ഓൾ. പാവപ്പെട്ട ആളെന്താണ്? അയാൾക്ക് കഴിയുന്ന ആ രൂപത്തിലുള്ള വീടാണ് അയാൾ നിർമ്മിച്ചിട്ടുള്ളത്. മറ്റേ ആളെന്ന് പറയുന്നത് എങ്ങനെയാണ്? അയാളുടെ രൂപത്തിലുള്ള പുതിയ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സൊക്കെ യൂസ് ചെയ്തിട്ടൊരു വീട് നിർമ്മിച്ചു. അവർ രണ്ട് പേരും അവരുടെ സെറട്ടോണിൻ ലെവലിൻ്റെ വെരി ഹൈ ലെവലിലാണ്. അവിടെ നമ്മുടെ ഇന്നർ തോട്ട്സിൽ, നമ്മുടെ സൈക്കോളജിക്കൽ ലെവൽ, നമ്മുടെ ഇന്നർ തോട്ട്സിൽ നടക്കുന്ന ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അവർ ആ വീട്ടിലേക്ക് താമസം മാറിക്കഴിഞ്ഞാൽ ദേ ആർ വെരി ഹാപ്പി അറ്റ് ഓൾ. രണ്ട് പേരും ഒരേ ലെവലാണ് അവർ അവിടെ സന്തോഷം അനുഭവിക്കുന്നത്. ഒരാളത് വലിയ വീടാണ്, ഒരാളത് ചെറിയ വീടാണെന്ന് കരുതി ഒരിക്കലും അവർ അവിടെ ഒരു ഡിഫറൻഷിയേഷൻ കാണിക്കുന്നില്ല. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസിൽ രണ്ട് പേരുടെയും സന്തുഷ്ടം അല്ലെങ്കിൽ അവരുടെ സന്തോഷം അവിടെ കാണുന്നതായിട്ട് വി ക്യാൻ സീ ദാറ്റ്. So this slogan begins by saying that nothing captures the biological argument better than the famous new slogan, happiness begins within. Money, social standards, new building, home, house, powerful position, none of this will bring you happiness. Lasting happiness comes only from serotonin, dopamine and also